ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മൊഡ്യൂൾ 2 യൂണിറ്റ് 2 ക്ലാസ് 3 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ ഇൻസ്ട്രക്ഷൻ മാനുവൽസിലേക്ക് കടക്കുകയാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷണൽ റൈറ്റിങ്സ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടുഡേയ്സ് ടോപ്പിക് ഇസ് ഇൻസ്ട്രക്ഷൻ മാനുവൽസ്. ഇപ്പോൾ ഫങ്ഷണൽ റൈറ്റിംഗ് അല്ലെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഫങ്ഷണൽ ടെക്സ്റ്റുകളിൽ എപ്രകാരമാണ് ഭാഷ ഉപയോഗിക്കുന്നത്, അത്തരം ടെക്സ്റ്റുകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. Let's move on to instruction manuals. Instruction manuals are essential companions to our gadgets and tools, offering the guidance needed to fully utilize our devices and ensure a smooth user experience. വളരെ നല്ല രീതിയിലുള്ള യൂസർ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന റിട്ടൺ അല്ലെങ്കിൽ പ്രിന്റഡ് ഡോക്യുമെന്റ്സ് ആണ് ഈ ഇൻസ്ട്രക്ഷൻ മാനുവൽസ്. ഫോർ എക്സാമ്പിൾ, വെൻ യു ബൈ എ ന്യൂ ഇലക്ട്രോണിക് അപ്ലയൻസ് യു വിൽ ഗെറ്റ് എ യൂസർ മാനുവൽ അലോങ് വിത്ത് ഇറ്റ്. ആ യൂസർ മാനുവൽ എന്തിനാണ്, നമുക്കത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം, ഏതൊക്കെ സ്വിച്ച് ഏതിനൊക്കെയാണ്, എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ, എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. സെറ്റിംഗ് അപ്പ് യുവർ ഡിവൈസ്, യൂസിങ് കീ ഫീച്ചേഴ്സ്, ട്രബിൾ ഷൂട്ടിംഗ്, കോമൺ ഇഷ്യൂസ്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. How to read a user manual effectively. Start from the beginning. എങ്ങനെയാണ് യൂസർ മാനുവൽ ഇഫക്റ്റീവ്ലി ഉപയോഗിക്കുക? ഒന്ന്, സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ്, മീനിങ് ഇൻട്രൊഡക്ടറി സെക്ഷൻ തൊട്ട് വായിച്ചു തുടങ്ങുക, ഇടയ്ക്കൊന്ന് വായിക്കാതെ ഫുള്ള് വായിക്കുക. നാവിഗേറ്റ് സെക്ഷൻസ് ഇൻ്റലിജൻ്റ്ലി, ബുദ്ധിപൂർവ്വം ഓരോ സെക്ഷനിലൂടെയും കടന്നു പോവുക. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് മുതൽ യൂസിങ് യുവർ ഡിവൈസ്, അങ്ങനെ ഓരോ സെക്ഷൻ ഉണ്ടാവും, അതിലൂടെ എല്ലാം കടന്നു പോകണം. പേ അറ്റൻഷൻ ടു ഐക്കൺസ് ആൻഡ് സിമ്പിൾസ്, അവരുടെ ചിഹ്നങ്ങളും അടയാളങ്ങളും കൊടുത്തിട്ടുണ്ടാവും, അവയെ ശ്രദ്ധിക്കുക. ഗ്ലോസറി ആൻഡ് ഡെഫിനിഷൻസ്, പലപ്പോഴും ഈ പറയുന്ന മാനുവൽസിലൊക്കെ തന്നെ ഗ്ലോസറി ഉണ്ടായിരിക്കും, അതിൻ്റെ അവസാനം പ്രധാനപ്പെട്ട വാക്കുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അബ്രീവിയേഷൻസിൻ്റെ ഒക്കെ ഫുൾ ഫോം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു തരത്തിലുള്ള ഡിക്ഷണറി പോലെ തന്നെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ഡയഗ്രംസ്, കൃത്യമായ ചിത്രങ്ങൾ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ, രേഖാചിത്രങ്ങൾ മനസ്സിലാക്കണം. ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നൊരു സെക്ഷനും പലപ്പോഴും കാണാം. FAQs, ഈ FAQ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും എൻഡിൽ കൊടുത്തിട്ടുണ്ടാവും. അത് അത്തരം ചോദ്യങ്ങൾ വായിക്കുക വഴി ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കുന്നതാണ്. കാരണം നിരവധി കസ്റ്റമേഴ്സിൻ്റെ സംശയങ്ങൾ തന്നെയായിരിക്കും ഈ ചോദ്യങ്ങളായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിക്കുന്ന വ്യക്തി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുവഴി ഒരുപാട് നമുക്ക് സമയം കുറച്ച് മതി പ്രധാനപ്പെട്ട പോയിന്റ്സ് പെട്ടെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ FAQs വളരെ പ്രധാനമാണ്, വായിച്ചു നോക്കണം. ഓൺലൈൻ റീസോഴ്സസ് പലപ്പോഴും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ചെക്ക് ഇഫ് ദർ ആർ ഓൺലൈൻ റിസോഴ്സസ് ഓർ സപ്പോർട്ട് പോർട്ടൽസ് അസോസിയേറ്റഡ് വിത്ത് യുവർ ഡിവൈസ്. നമ്മളൊരു പുതിയ ഡിവൈസ് വാങ്ങുമ്പോൾ ഇതിന് ഓൺലൈനായിട്ട് എന്തെങ്കിലും സപ്പോർട്ട് ലഭ്യമാണോ എന്നുള്ളത്, ചിലപ്പോൾ ഒരു QR കോഡ് ഉണ്ടാവാം, സ്കാൻ ചെയ്താൽ അതിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും, അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിലേക്ക് പോകും, അല്ലെങ്കിൽ ആപ്പിലേക്ക് പോകും. അത് വെച്ച് നമുക്ക് ഈ ഡിവൈസിനെ തന്നെ ബെറ്റർ കൺട്രോൾ ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് നമ്മൾ സ്മാർട്ട് വാച്ച് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്കാൻ കോഡുകൾ അതിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവാം, ഇതല്ലെങ്കിൽ നമ്മുടെ മാനുവലിൽ ഉണ്ടാവാം. വൺസ് യു സ്കാൻ ദ കോഡ് യു ക്യാൻ കണക്ട് ദ വാച്ച് വിത്ത് യുവർ ആപ്പ്. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എഫിഷ്യൻ്റ്ലി വാച്ച് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പ്രത്യേകതകളൊക്കെ തന്നെ എല്ലാ യൂസർ മാനുവലിൻ്റെയും ഭാഗമാണ്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇനി അടുത്തത് ഒരു ചെറിയൊരു പോയിന്റ് കൂടി ലാസ്റ്റ് പറയുന്നത് ശ്രദ്ധിക്കുക. ബൈ അപ്രോച്ചിങ് യുവർ യൂസർ മാനുവൽ വിത്ത് എ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജി, പേയിങ് അറ്റൻഷൻ ടു വിഷ്വൽ ക്യൂസ് ആൻഡ് യൂട്ടിലൈസിങ് സപ്ലിമെന്ററി റിസോഴ്സസ്, യു വിൽ ബി ഏബിൾ ടു നാവിഗേറ്റ് യുവർ ഡിവൈസ് മോർ കോൺഫിഡൻ്റ്ലി ആൻഡ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്സ് കേപ്പബിലിറ്റീസ്. നിങ്ങളുടെ ഉപകരണത്തെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുവാനും അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും ആസ്വദിക്കുവാനും സാധിക്കും കൃത്യമായി യൂസർ മാനുവൽ ഉപയോഗിച്ചാൽ. ഇതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പ്രീവിയസ് സെക്ഷൻസ്, അതായത് ഇതിന് തൊട്ട് മുമ്പിലുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഇതിന് തൊട്ട് മുമ്പിലുള്ള ടോപ്പിക്സ്, ഉദാഹരണത്തിന് റെസിപ്പീസ്, അതുപോലെ തന്നെ മറ്റുള്ള ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ലേബൽ പോലുള്ള ഫങ്ഷണൽ ടെക്സ്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, മുഴുവൻ ഡീറ്റെയിൽഡ് ക്ലാസ് കഴിഞ്ഞ വീഡിയോയിലുണ്ട്. തീർച്ചയായിട്ടും പ്രീവിയസ് വീഡിയോസ് എടുത്ത് കാണുക. ചാനലിലെ വീഡിയോ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. അത്തരത്തിലുള്ള വീഡിയോസ് ധാരാളമായി ലഭ്യമാണ്. മറ്റു യൂണിവേഴ്സിറ്റികളുടെ ക്ലാസ്സുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക. Let's move on to task 4 now. Answer the following questions. How would you apply the tips from the smartphone user manual to solve a real-life issue like connecting your phone to a Wi-Fi network for the first time?
എങ്ങനെയാണ് നമ്മുടെ ഫോൺ ഒരു വൈഫൈ നെറ്റ്വർക്കുമായി കണക്ട് ചെയ്യുക? ആദ്യമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാണ്? അത് നമ്മുടെ യൂസർ മാനുവൽ നോക്കിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മളൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. അടുത്ത ചോദ്യം, സപ്പോസ് എ ന്യൂ സെക്ഷൻ ഇസ് ആഡഡ് ടു ദ സ്മാർട്ട് ഫോൺ യൂസർ മാനുവൽ, വാട്ട് ടോപ്പിക് വുഡ് യു സജസ്റ്റ് ആൻഡ് വൈ ഡു യു തിങ്ക് ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ യൂസേഴ്സ്? ഒരു സ്മാർട്ട് ഫോണിന്റെ യൂസർ മാനുവലിലേക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, എന്തായിരിക്കും അത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങളുടെ തോന്നലിൽ ആഡ് ചെയ്യാനുണ്ടോ? ഏതൊരു സ്മാർട്ട് ഫോണിന്റെ യൂസർ മാനുവൽ എടുത്താലും അതിലില്ലാത്ത, നിലവിൽ അവൈലബിൾ അല്ലാത്ത എന്തെങ്കിലും പുതിയ സെക്ഷൻ നിങ്ങളായിട്ട് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? നിങ്ങളുടെ ഐഡിയ ആണ് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പറയാം, നമുക്ക് പൊതുവിൽ ഇപ്പോൾ നിലവിൽ പറഞ്ഞ യൂസർ മാനുവലൊക്കെ ആരാ വായിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. നോബഡി റീഡ്സ് ദാറ്റ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത് പ്രാക്ടിക്കൽ അല്ല. എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. യൂസർ മാനുവൽ വായിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ശരിക്കും യൂസർ മാനുവൽ വായിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾ അതിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ് അതിൽ പറയുന്നുണ്ടാവുമല്ലോ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പെട്ടെന്ന് യൂട്യൂബിൽ ഒരു വീഡിയോ എടുത്തിട്ടും അല്ലെങ്കിൽ വേറെ ഓൺലൈൻ റിസോഴ്സ് ഉണ്ടോ എന്ന് നോക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. അത് വളരെ ടൈം സേവിങ്ങുമാണ്. എങ്കിലും എന്താ പറയുക, യൂസർ മാനുവലിനെ നമ്മൾ അവഗണിക്കാനും പാടില്ല. യൂസർ മാനുവൽ പുതിയൊരു സെക്ഷൻ സ്മാർട്ട് ഫോണിൻ്റെ കാര്യത്തിൽ ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അഡ്രസ് ഓഫ് സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഷോപ്സ് വേർ വി ക്യാൻ പർച്ചേസ് അഡീഷണൽ പ്രോഡക്ട്സ് അത് കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രോഡക്റ്റുകൾ എവിടെ കിട്ടും, ഏത് ഓൺലൈൻ സ്റ്റോറിൽ കിട്ടും, ക്വാളിറ്റി പ്രൊഡക്ട്സ് ഏതാണ്, ഫോർ എക്സാമ്പിൾ സ്ക്രീൻ ഗാർഡ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ചാർജേഴ്സ്, അങ്ങനെ സ്മാർട്ട് ഫോണിലൂടെ കിട്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി ഓൾറെഡി ഉണ്ടാവും. ഇപ്പോൾ കവറൊക്കെ ചില സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. കവർ പക്ഷെ മോശമായി കഴിഞ്ഞത് അത് തകരാറിലായാലും അല്ലെങ്കിൽ കവർ കീറിപ്പോയി എന്നായിരിക്കും, പൊട്ടിപ്പോയി, തകർന്നുപോയി. പുതിയൊരെണ്ണം വാങ്ങണമെങ്കിൽ ഇതേ ക്വാളിറ്റി ഇവരുടെ ഒറിജിനൽ സാധനം എവിടെ കിട്ടും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക വഴി നമുക്ക് കുറച്ചും കൂടിയും കസ്റ്റമേഴ്സിന് കൺവീനിയൻസ് ഉണ്ടാവില്ലേ എന്നുള്ളതൊരു ചോദ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രാ സെക്ഷൻസ് ആഡ് ചെയ്ത് ഐ എം ജസ്റ്റ് ഷെയറിങ് മൈ ഓൺ തോട്ട്സ്. യു ക്യാൻ ഷെയർ യുവേഴ്സ്. Now contracts and agreements. Next functional ടെക്സ്റ്റിൻ്റെ ഉദാഹരണമാണ് കോൺട്രാക്ട്സ്, കരാറുകൾ, എഗ്രീമെൻറ്റ്സ്, കരാറുകൾ. Contracts and agreements form the backbone of legal and business interactions. നിയമപരവും വ്യാവസായികവുമായ എല്ലാവിധ ആശയവിനിമയത്തിൻ്റെയും ഒരു അണിക്കല്ലാണ് അല്ലെങ്കിൽ നട്ടലിലാണ് ഈ പറയുന്ന കോൺട്രാക്ട്സ്, എഗ്രീമെൻറ്റ്സും നിയമപരമായ ഡോക്യുമെൻറ്റ്സ് അല്ലേ, കരാർ എഴുതി ഉണ്ടാക്കുന്ന ഡോക്യുമെന്റ്സ്, കരാറുകൾ. laying out the terms and conditions that bind parties to specific obligations. ഇതിൽ ഉൾപ്പെടുന്ന വ്യക്തികളെ പ്രത്യേകമായ ചില കടമകൾക്ക് ബൈൻഡ് ചെയ്യുന്ന, നിർബന്ധിതരാക്കുന്നവയായിരിക്കും ഈ പറയുന്ന കരാറുകളും മറ്റും. Understanding the significance is crucial in navigating the complex landscape of legal relationships and business transactions. ഇവയെ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ കോൺട്രാക്ട് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെങ്കിൽ മാത്രമേ വളരെ സ്മൂത്തായിട്ട് നിയമപരവും ഈ വ്യാവസായികവും ഇത്തരം വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റൂ. നിങ്ങളൊരു പുതിയ ബിസിനസ് ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോൺട്രാക്ട്സും കരാറുകളും ഒക്കെ വളരെ ആവശ്യമാണ്. അപ്പോൾ അത് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണയും ആവശ്യമാണ്. കൃത്യമായിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിയമപരമായ കുരുക്കുകൾ നമ്മൾ അകപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെദർ ഇൻ ദ റെയിൽവേ ഓഫ് എംപ്ലോയ്മെന്റ് പാർട്ട്ണർഷിപ്സ് ഓർ സർവീസസ്, contracts provide a framework for clarity, protection and a smooth execution of commitments. കൃത്യമായി നമ്മുടെ കമ്മിറ്റ്മെന്റ്സ് എന്താണെന്നുള്ളത് പൂർണ്ണമായും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്കൊരു മാർഗനിർദ്ദേശം തന്നെയാണ്, നമുക്കൊരു പ്രേരണയാണ് ഇത്തരം കോൺട്രാക്ട്സ്. അതില്ലാതായി കഴിഞ്ഞാൽ ആശയക്കുഴപ്പങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ആർക്കും ആരെയും പറ്റിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അടുത്തതാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ആൻഡ് അതർ ഫങ്ഷണൽ ടെക്സ്റ്റ്. മറ്റൊരു ഉദാഹരണം ഫങ്ഷണൽ ടെക്സ്റ്റുകൾക്ക്. എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. എന്താണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? ഇറ്റ് സ്റ്റാൻഡ്സ് ആസ് എ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ഷേപ്പിംഗ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. തൊഴിലാളിയും തൊഴിൽദാതാവും തമ്മിലുള്ള ബന്ധത്തെ വളരെ നല്ല രീതിയിൽ രൂപം കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റിന്റെ പേരാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. എന്താണ് ജോലി, അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്താണ്, എത്ര സാലറിയാണ് കിട്ടുക, ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ആണ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട്. ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഈ എന്താണ് എംപ്ലോയി ജോലിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതുണ്ടാവും. അതുപോലെ തന്നെ കോമ്പൻസേഷൻ, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ എത്ര മാസം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സാലറി കിട്ടുക, അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര ദിവസം സാലറി കിട്ടുക, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, മറ്റെന്തെങ്കിലും സാലറി അല്ലാതെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ടോ,
ഇത്തരം കാര്യങ്ങളാണ് കോമ്പൻസേഷനിൽ ഉൾപ്പെടുന്നത്. കോൺഫിഡൻഷ്യാലിറ്റി, നമ്മുടെ ചില നിബന്ധനകൾ, ജോലിയുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളൊക്കെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് തീർച്ചയായിട്ടും കമ്പനികളുടെയൊക്കെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കും. സോ അത്തരം കാര്യങ്ങൾ കോൺഫിഡൻസിൽ വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അണ്ടർസ്റ്റാൻഡിങ് ദീസ് ടേംസ് വൈറ്റൽ ഫോർ ബോത്ത് പാർട്ടീസ്. ഇത് രണ്ടും, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന രണ്ട് വ്യക്തികളെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. Clarity on the duration of employment and compensation details and confidentiality obligations empowers employees and employers alike. തൊഴിലാളികളെയും തൊഴിൽദാതാക്കളെയും ഒരേപോലെ ശാക്തീകരിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ. നെക്സ്റ്റ്, റീഡിങ് കോൺട്രാക്ട്സ് ഇഫക്റ്റീവ്ലി. എങ്ങനെ ഫലപ്രദമായി കോൺട്രാക്റ്റുകൾ വായിക്കാമെന്നുള്ളതാണ്. സ്റ്റാർട്ട് വിത്ത് ദ ബേസിക്സ്, അടിസ്ഥാനത്തിൽ തുടങ്ങുക എന്നുള്ളതാണ്. ബിഗിൻ ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ ഫണ്ടമെന്റൽ ഡീറ്റെയിൽസ് സച്ച് ആസ് നെയിംസ് ഓഫ് ദ പാർട്ടീസ് ഇൻവോൾവ്. പേരുകൾ വായിച്ചിട്ടുണ്ട് തുടങ്ങണം. എല്ലാ കോൺട്രാക്റ്റിൻ്റെയും മുകളിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ പേരുകൾ പരാമർശിക്കും. പേരുകളാണ് നമുക്ക് അറിയാമെന്ന് കരുതി മാറ്റിവിടരുത്, പേരുകൾ ഉൾപ്പെടെ വായിച്ചു തുടങ്ങണം എന്നർത്ഥം. എസ്റ്റാബ്ലിഷ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൂ ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് ആർ. ഈ കോൺട്രാക്റ്റിൽ ഉൾപ്പെടുന്ന പാർട്ടീസ് ആരൊക്കെയാണെന്നുള്ള വ്യക്തമായ തിരിച്ചറിവിൻ്റെ പുറത്ത് വേണം വായിക്കാൻ തുടങ്ങാൻ വേണ്ടി. അതായത് ആൾക്കാരുടെ പേര് തന്നെ ആദ്യം ഒന്ന് വായിച്ച് മനസ്സിൽ കയറ്റണം എന്നർത്ഥം. ഡിഫൈൻ കീ ടേംസ്, പ്രധാനപ്പെട്ട പദങ്ങളെ ഡിഫൈൻ ചെയ്യണം, അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി വെക്കണം എന്നുള്ളതാണ്. അടുത്തത്, കാരണം എന്താണ്, കോൺട്രാക്റ്റ് ആകുമ്പോൾ ഓരോ വാക്കിനും പ്രാധാന്യമുണ്ട്, ഒരു കോമയ്ക്ക് പോലും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അർത്ഥം ടോട്ടലി മാറിപ്പോകും ചിലപ്പോൾ. അതുകൊണ്ട് കോൺട്രാക്റ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വാക്കുകളുടെ അർത്ഥവും ഈവൻ പങ്ക്ച്വേഷൻ പോലും നമുക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ കോൺട്രാക്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. കീ ടേംസ് നമ്മൾ ശ്രദ്ധിക്കണം. ക്ലാരിറ്റി ഒബ്ലിഗേഷൻസ്, scrutinize the obligations outlined for each party, clearly define duties and responsibilities, leave no room for ambiguity, reducing the risk of misunderstandings or disputes. ഇത്തരത്തിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ആംബിഗ്യൂറ്റി ഒഴിവാക്കുക, ക്ലാരിറ്റി കൊണ്ടുവരിക. പേയ്മെൻറ്റ് ആൻഡ് കോമ്പൻസേഷൻ ടേംസ്, പേയ്മെൻറ്റിൻ്റെ ടേംസ് എന്താണെന്ന് വ്യക്തമായി വായിക്കുക, ശമ്പളം എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ. ഡ്യൂറേഷൻ ആൻഡ് ടെർമിനേഷൻ, എത്ര കാലത്തേക്കാണ് ജോബ്, എത്ര കാലം കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യും നിങ്ങളെ, പെർമനൻറ്റ് ജോബ് ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് നോൺ ഡിസ്ക്ലോഷർ, ചില ജോലികൾക്ക് നോൺ ഡിസ്ക്ലോഷർ നമ്മൾ സൈൻ ചെയ്യേണ്ടി വരും. അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് ഷെയർ ചെയ്യരുത്, നമ്മുടെ ഫാമിലി പോലും ഷെയർ ചെയ്യരുത് എന്നൊക്കെയുള്ള രീതിയിലുള്ള നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ്സ് ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. അത് ഈ കോൺട്രാക്റ്റിൽ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് ഗവർണിംഗ് ലോ, നമ്മൾ ഏത് കമ്പനിയിൽ വർക്ക് ചെയ്താലും അതിൻ്റേതായ ഒരു ലോ ആൻഡ് ഓർഡർ ഉണ്ടാവും. ഓരോ കമ്പനിക്കും അതിൻ്റേതായ എഴുതപ്പെട്ട നിയമസംഹിതകൾ ഉണ്ടാവാം, പ്രവർത്തിക്കുന്ന രീതികൾ ഉണ്ടാവാം. ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിനു വേണ്ടി ഈ നമ്മുടെ ഡോക്യുമെൻറ്റിൽ, അതായത് കോൺട്രാക്റ്റിൽ കൃത്യമായി ഇത് പറയുന്നുണ്ടാവും എന്തൊക്കെയാണ് നിയമങ്ങൾ, നമ്മൾ ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്. അത്തരം കാര്യങ്ങൾ കൃത്യമായി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, അത് വായിച്ച് മനസ്സിലാക്കുകയും വേണം. അടുത്തത്, സീക്ക് ലീഗൽ അഡ്വൈസ്. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ജോലി സംബന്ധമായ കാര്യത്തിൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി നിങ്ങൾക്ക് ഒരു ഓക്കെ ആണെന്ന് പറയുന്നവർ ഒരു കോൺട്രാക്റ്റ് അയച്ചിരുന്ന് ഒപ്പിടുക, ജോലി കയറുക എന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായ കാര്യത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു പോകും, നമുക്ക് നഷ്ടം സംഭവിക്കും വലിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സംശയമുണ്ടെങ്കിൽ നമ്മളൊരു ലോയറെ കാണുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ശരിക്കും എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും ആ റിലേഷനെ സ്മൂത്ത് ആക്കുന്ന ഒരു കാര്യമാണ് ഈ കോൺട്രാക്റ്റ്. ഇത് സൈൻ ചെയ്ത എംപ്ലോയറെ സംബന്ധിച്ച് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇത്ര സാലറി നീ വാങ്ങൂ എന്നുള്ളത്. അപ്പോൾ തൊഴിലാളിയെ സംബന്ധിച്ച് ഇത്രയും സാലറി നീ കിട്ടും എന്നുള്ള കൺഫർമേഷനായി. ഇനി അത് കിട്ടിയില്ലെങ്കിൽ പരാതി കൊടുക്കാമല്ലോ എവിടെയെങ്കിലും ഗവൺമെൻറ്റിലോ മറ്റോ. ഇത്തരത്തിലുള്ള രണ്ട് കൂട്ടർക്കും ഹെൽപ്ഫുള്ളായ രീതിയിലുള്ള മെത്തേഡാണിത്. ടാസ്ക് 5, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഡു യു തിങ്ക് ഓൾ കോൺട്രാക്ട്സ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ആർ ദ സെയിം? എല്ലാ കോൺട്രാക്റ്റും ഒരേപോലെയാണെന്ന് കരുതുന്നുണ്ടോ? ഹൗ ഡു യു തിങ്ക് ഷോർട്ട് ടേം പ്രോജക്റ്റ് എഗ്രിമെൻറ്റ് ആൻഡ് റെൻറ്റൽ എഗ്രിമെൻറ്റ് ഡിഫേഴ്സ്? ഒരു ഷോർട്ട് ടേം എഗ്രിമെൻറ്റും റെൻറ്റൽ വാടകയുടെ കരാറും വ്യത്യാസം എന്തൊക്കെയാണ്? ഷോർട്ട് ടേം എഗ്രിമെൻറ്റ്, വാടക കരാർ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? സോ വാടകയുടെ കരാർ എത്ര കാലയളവിലേക്കാണ് വാടകയ്ക്ക് നമ്മൾ താമസിക്കുന്നത്, എത്ര വാടകയുണ്ട് ഫസ്റ്റ് ഇയർ, നെക്സ്റ്റ് ഇയർ എത്ര കൂടും, എത്ര ശതമാനമാണ് ഓരോ വർഷവും വർധനവ് വേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ഷോർട്ട് ടേം എഗ്രിമെൻറ്റ്, ഷോർട്ട് ടേം പ്രോജക്റ്റ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. അതിൽ വളരെ ചുരുങ്ങിയ കാലയളവിലേക്കുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആണ് ഇനി അടുത്ത ഫങ്ഷണൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻസ് ആസ് ഫൗണ്ടേഷണൽ ഡോക്യുമെൻറ്റ്സ്. നമ്മൾ നേരത്തെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് പറഞ്ഞതിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് പറയും ജോബ് ഡിസ്ക്രിപ്ഷൻസ്.
ഇവിടെ പറയുന്നത് ഓരോ ജോലിയുടെയും ഉത്തരവാദിത്വവും ഓരോ ജോലിയുടെയും സ്വഭാവവും മാത്രം വ്യക്തമാക്കുന്ന ഡോക്യുമെൻ്റാണ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. അപ്പോൾ റീഡിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ വായിക്കേണ്ടത്? ഫസ്റ്റ് വൺ, റോൾ ഓവർവ്യൂ. എന്താണ് നമ്മുടെ ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ള ടോട്ടൽ അത് മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കണം. റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്താ, മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എത്ര മണിക്ക് എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ ടാസ്കുകൾ ഉണ്ടാവും, ഇതൊക്കെ. മൂന്നാമതാണ് ക്വാളിഫിക്കേഷൻ ആൻഡ് സ്കിൽസ്. ജോബ് ഡിസ്ക്രിപ്ഷൻ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാണ് ഈ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടോ, അത് ചെക്ക് ചെയ്യുക. പെർഫോമൻസ് മെട്രിക്സ്, അതായത് എങ്ങനെയാണ് നമ്മളെ പെർഫോമൻസിനെ ഈ എംപ്ലോയർ, നമ്മുടെ തൊഴിൽദാതാവ് ഗേജ് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നത്, വാല്യൂ ചെയ്യുന്നത്, എങ്ങനെ വിലയിരുത്തും നമ്മുടെ തൊഴിലിനെ, അതിനുള്ള വല്ല സിസ്റ്റം അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പെർഫോമൻസ് മെറിറ്റ് എന്ന് പറയുമ്പോൾ അതാണ്. കമ്പനി കൾച്ചർ ആൻഡ് വാല്യൂസ്, നമ്മൾ ജോലി ചെയ്യാൻ പോകുന്ന കമ്പനിയുടെ സംസ്കാരം എന്താണ്, അവരുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ബോധ്യം വേണം. റൂം ഫോർ ഗ്രോത്ത്, വളർച്ചയ്ക്ക് ഓപ്പർച്യൂണിറ്റിയുള്ള ജോലിയാണോ എന്നും ശ്രദ്ധിക്കണം. ക്ലാരിഫിക്കേഷൻ, ഏതെങ്കിലും ഇപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിക്കുകയാണ്, എന്താ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ വരുന്ന ജോലിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ. വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, വാണ്ടഡ് ടീച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ആ ജോലിയുടെ ചെറിയൊരു വിവരണം ഉണ്ടാവും, ചെറിയതായിരിക്കും, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ക്ലാരിറ്റി ഉണ്ടാവില്ല ചില കേസിൽ. ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ അത്രയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല. സോ വി മൈറ്റ് നോട്ട് ഗെറ്റ് ദ ഫുൾ ഐഡിയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഗെറ്റ് ക്ലാരിറ്റി, വി നീഡ് ടു സീക്ക് ക്ലാരിഫിക്കേഷൻ. ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ച് നിങ്ങളുടെ ആഡ് കണ്ടിരുന്നു, ഇതാണ് കണ്ടത്, ഈ പരസ്യത്തിൽ നിങ്ങൾ പറയാത്ത ചില കാര്യങ്ങൾ എനിക്ക് സംശയമുണ്ട്, ഞാൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദിക്കാം. Now ടാസ്ക് 6. ഇതോടുകൂടി ഈ ചാപ്റ്റർ കഴിയുകയാണ്. ടാസ്ക് 6ഓടുകൂടി സ്റ്റഡി ദിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ഫോർ ട്രാവൽ പോർട്ടൽ, ദെൻ ആൻസർ ദ ഗിവൺ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്, അത് നോക്കിയിട്ട് എന്താ പറയുക, നിങ്ങൾ അടുത്ത ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ചോദ്യത്തിന് ഉത്തരം എഴുതുക. അപ്പോൾ നിങ്ങളിവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഡ്യൂട്ടീസ് ഉണ്ട്, ക്വാളിഫിക്കേഷൻ ഉണ്ട്, എക്സ്പെക്റ്റേഷൻ ഉണ്ട്, അത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെയുള്ള ചോദ്യമാണ്, ഹൗ ഡിഫറെൻറ്റ് വുഡ് ദ JD ഫോർ എൻട്രി ലെവൽ പൊസിഷൻ ബി? എങ്ങനെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എൻട്രി ലെവൽ പൊസിഷൻ്റെ ആയിരിക്കുക, അതിന് വ്യത്യാസം എന്തൊക്കെയായിരിക്കും? എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ടിങ്, ഏറ്റവും ബേസിക് ജോബ്. ഇവിടെ ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ പോസ്റ്റാണ്, കുറച്ച് ഹയർ പോസ്റ്റാണ്. ഏറ്റവും ലോവർ പോസ്റ്റിന് എങ്ങനെയായിരിക്കും ഇത് ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുക, അതിൻ്റെ വ്യത്യാസം എന്തെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അതിന് ഇത്രയും റെസ്പോൺസിബിലിറ്റീസും ഇത്രയും ഡ്യൂട്ടീസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഡ്യൂട്ടീസിൻ്റെ രീതി മാറ്റമായിരിക്കും, അതാണ് വ്യത്യാസം അല്ലേ. ആഫ്റ്റർ റീഡിങ് ദ JD ജോബ് ഡിസ്ക്രിപ്ഷൻ, ഡു യു ഹാവ് എനി ക്വയറീസ്? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? വാട്ട് അതർ ഇൻഫർമേഷൻ ഡു യു തിങ്ക് വുഡ് ഹാവ് ബീൻ ആഡഡ് ഇൻ ദ JD? മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ആഡ് ചെയ്യാനുണ്ടോ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. കൃത്യമായി ഒന്നുകൂടി വീഡിയോ റിവൈൻഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, ടെക്സ്റ്റ് തുറന്നു വെച്ചുകൊണ്ട് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത യൂണിറ്റുമായി വരുന്നതാണ്. അതുപോലെ തന്നെ ഉടൻ തന്നെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ മൊഡ്യൂൾസിൻ്റെയും സമ്മറി ഉൾപ്പെടുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. പരീക്ഷാ സംബന്ധിയായിട്ടുള്ള വീഡിയോ, എല്ലാ എൻറിച്ചിങ് ഇംഗ്ലീഷിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും സമ്മറി, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് യൂണിറ്റ്, ഈച്ച് മൊഡ്യൂൾ, ഒരു വീഡിയോ ഉടൻ വരുന്നതാണ്. എൻഗേജിങ് ഇംഗ്ലീഷ്, എല്ലാ മൊഡ്യൂൾസിൻ്റെയും സമ്മറി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതുപോലെ എൻഹാൻസിങ് ഇംഗ്ലീഷ്, എല്ലാ മൊഡ്യൂൾസിൻ്റെയും സമ്മറി, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഈ 3 സെറ്റ് ഓഫ് വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, എപ്പോഴും പറയുന്ന പോലെ തന്നെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളിലേക്ക്, വായിക്കാൻ ഇരിക്കാൻ പറ്റാത്തവരിലേക്ക്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് കുറേ സമയം ഇരുന്ന് വായിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളത്. അത്തരം കാര്യങ്ങൾ, അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, വലിയൊരു ഹെൽപ്പായിരിക്കും ആ കുട്ടികൾക്കത്. അപ്പോൾ നിങ്ങൾ വരുന്ന പരീക്ഷയിൽ നന്നായി ഒരുങ്ങുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ യൂണിറ്റ് 3 ചർച്ച ചെയ്യുന്നതാണ്. See you in the next class. Take care. Bye-bye.